കഴിഞ്ഞയാഴ്ച ചെന്നൈയും കാഞ്ചീപുരവും ഉൾപ്പെടുന്ന വടക്കൻ തമിഴ്നാടിനെ മുക്കിയ പെരുമഴയ്ക്ക് പിന്നാലെ തെക്കൻ തമിഴ്നാടും ഇപ്പോൾ പ്രളയക്കെടുതിയിലാണ്. 2 ദിവസമായി തുടരുന്ന മഴയിൽ കന്യാകുമാരി മുതൽ മധുര വരെയുള്ള മിക്കവാറും പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. പ്രളയക്കെടുതിയിൽ 500-ലേറെ യാത്രക്കാരുമായി വന്ന ട്രെയിൻ പോലും മണിക്കൂറുകളോളം കുടുങ്ങിയത് ഏറെ ആശങ്ക ഉയർത്തി. ഞായറാഴ്ച രാത്രി ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരെ ഇന്ന് വൈകിട്ട് മാത്രമാണ് പുറത്തെത്തിക്കാനായത്. മഴ തുടരുകയാണ്. തെക്കൻ തമിഴ്നാട് ജില്ലകളിൽ പലയിടത്തും പ്രളയ സമാനമാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും പലയിടങ്ങളിലും ആർക്കും എത്താനാകുന്നില്ല എന്നതാണ് പ്രതിസന്ധി. കോയമ്പത്തൂർ സുലൂർ സ്റ്റേഷനിൽ നിന്നുള്ള വ്യോമസേനാ അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ എക്സ്പ്രസ് ട്രെയിൻ ശ്രീവൈകുണ്ഠം സ്റ്റേഷനടുത്ത് വെച്ച് വൻ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. സ്റ്റേഷനിൽ നിന്ന് അല്പം മാറി റെയിൽവേ ട്രാക്ക് ഇടിഞ്ഞുപോയി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ശ്രീവൈകുണ്ഠത്തെത്തിയ ട്രെയിൻ റെയിൽവേ അധികാരികളുടെ ഇടപെടലിനെ തുടർന്ന് ഇവിടെ നിർത്തിയിടുകയായിരുന്നു. തൊട്ടടുത്തുള്ള ജലസംഭരണി പൊട്ടിയതിനെ തുടർന്ന് കുതിച്ചെത്തിയ വെള്ളത്തിലാണ് ട്രാക്കിനടിയിലെ മണ്ണും മെറ്റലും ഒലിച്ചുപോയത്. 12 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ ട്രാക്ക് തകർന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കനത്ത മഴയായിരുന്നു ശ്രീവൈകുണ്ഠത്ത് ഇന്നലെ രാത്രി മുഴുവൻ. ഈ സമയം അത്രയും 500-ലേറെ യാത്രക്കാർ ട്രെയിനിൽ തന്നെ കഴിച്ചുകൂട്ടുകയായിരുന്നു. 300-ഓളം പേരെ അടുത്തുള്ള ഒരു സ്കൂളിലെ ആശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷിച്ച യാത്രക്കാർ 3 കിലോമീറ്ററോളം മുട്ടറ്റം വെള്ളത്തിൽ നടന്നാണ് തൊട്ടടുത്ത് വാഹനമെത്തുന്ന വേലൂരിലെത്തിയത്. ഇവിടെ നിന്ന് വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ പ്രത്യേക ബസ്സുകൾ തയ്യാറാക്കിയിരുന്നു. വാഞ്ചി മണിയാച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പ്രത്യേക ട്രെയിനും ഒരുക്കിയിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഗർഭിണിയെ എയർഫോഴ്സ് ഹെലികോപ്റ്ററിലാണ് രക്ഷിച്ചത്. ട്രെയിനിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമം പോലും ആദ്യം വിഫലമായി. ഒരു വിധേനയും ശ്രീവൈകുണ്ഠത്തെത്താനാകാത്ത വിധം 4 പാടും വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ ഫുഡ് പാക്കറ്റുകൾ എത്തിച്ചു. മഴ കനത്തതോടെ ഇതും സാധ്യമല്ലാതായി. തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ പാചകം ചെയ്ത ഭക്ഷണം ഇവർക്ക് എത്തിക്കുകയായിരുന്നു. റെയിൽവേ ട്രാക്കിന് എത്രമാത്രം കേടുപാടുകളുണ്ടെന്ന കാര്യം വിലയിരുത്താൻ വെള്ളം പൂർണ്ണമായും ഇറങ്ങേണ്ടിവരും. പാതയിലെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. വെള്ളമിറങ്ങിയാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനും ദിവസങ്ങളെടുക്കും. പ്രളയസമാനമായി കിടക്കുന്ന തെക്കൻ ജില്ലകളിലെ ആശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാരും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ NDRF സംഘത്തെ തമിഴ്നാട്ടിലെത്തിച്ചു. കന്യാകുമാരി, തൂത്തുക്കുടി, തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലാണ് കൂടുതൽ നാശം സംഭവിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിനായി MI-17 ഹെലികോപ്റ്ററും സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ തമിഴ്നാട് ഗവർണർ RN രവി വിളിച്ച യോഗത്തിൽ NDRF, കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ്, എയർപോർട്ട് അതോറിറ്റി, ദക്ഷിണ റെയിൽവേ, പോസ്റ്റൽ വകുപ്പ്, BSNL എന്നിവയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 23-ാം തീയതി വരെയുള്ള എല്ലാ പരീക്ഷകളും അണ്ണാ സർവകലാശാല മാറ്റിവെച്ചു. വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യം നേരിടാനായി 190 മൊബൈൽ ഹെൽത്ത് യൂണിറ്റുകളെയും വിന്യസിച്ചു. ഓരോ ടീമുകളും 10 ദിവസം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. തിരുച്ചെന്തൂർ, കായൽപട്ടണം, നാലുമുക്ക്, കക്കാച്ചി, മഞ്ഞോല എന്നിവിടങ്ങളിലാണ് കനത്ത മഴ പെയ്തത്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രളയബാധിത തെക്കൻ തമിഴ്നാട്ടിലേക്ക് ആശ്വാസ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പോലീസുകാരെയും അഗ്നിശമന സേനാംഗങ്ങളെയും അയച്ചിട്ടുണ്ട്. തിരുനെൽവേലി തൂത്തുക്കുടി ഹൈവേയിൽ വെള്ളം കയറി പലയിടങ്ങളിലും ഗതാഗതം സാധ്യമല്ലാത്ത നിലയിലാണ്. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഹെലികോപ്റ്ററുകൾ അനുവദിക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. ബുധനാഴ്ചയും തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി, തേനി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ബുധനാഴ്ചയോടെ മഴ കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.